നിൽക്കുന്ന ഈ സ്ഥലത്ത്, അതായത് ഹൈക്കോടതിക്ക് ഗേറ്റ് നമ്പർ 2, അവിടെയാണോ ഇവർ ആംബുലൻസ് കൊണ്ട് ഇട്ടതും പിന്നീട് ആത്മഹത്യാ ശ്രമം നടത്തിയതും? ഇതിനുശേഷം, അതായത് ഞാൻ മനസ്സിലാക്കുന്ന തൊട്ടടുത്ത് സമീപത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അവിടെ നിന്നും പോലീസ് എത്തുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥരാണോ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്? ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? മാത്രമല്ല, ഇത് ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? കാരണം ഇതൊരു വളരെ വിചിത്രമായിട്ടുള്ള സംഭവമാണല്ലോ. ഒന്നിച്ചൊരു യുവാവും രണ്ട് യുവതികളും ഒന്നിച്ച് താമസിക്കുന്നു, ലിവിങ് ടുഗദർ റിലേഷൻ ആണെന്ന് പറയുന്നു. അതിനിടെ അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നു. അതിനുശേഷം ഇത്തരമുള്ള സംഭവവികാസങ്ങൾ, അതായത് പീഡന പരാതി നൽകുന്നു. ഏറ്റവും ഒടുവിലത് ആത്മഹത്യാ ശ്രമത്തിൽ കലാശിക്കുന്ന സംഭവം. ഇവിടെ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? ആജ്ഞ ഇപ്പോൾ ഗേറ്റ് നമ്പർ 2-ലാണുള്ളത്. ഗേറ്റ് നമ്പർ 2-ന്റെ മുൻവശത്താണ് ആംബുലൻസ് കൊണ്ടിട്ട് ഈ ആത്മഹത്യാ ശ്രമം നടത്തിയത്. അതിനുശേഷം ഇവർ തന്നെയായിരുന്നു അതായത് മൊബൈലിൽ വീഡിയോ ചിത്രീകരിച്ച് പോലീസിനും മാധ്യമങ്ങൾക്കും അയച്ചു തന്നത് ഇവർ തന്നെയായിരുന്നു. അത് മാത്രമല്ല, ഈ ആദ്യത്തെ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള ചില വീഡിയോകൾ, ഫോട്ടോസ്, ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ഈ റിലേഷൻഷിപ്പിനെ ഇത്തരത്തിലേക്ക്, അതായത് റേപ്പ് എന്നുള്ള ഒരു തരത്തിലേക്ക് അതിനെ മാറ്റിമറിക്കാൻ ശ്രമിച്ചത് എന്നുള്ള പരാതിയാണ് അയാൾ മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ചും ഇവരുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് നിഷേധിക്കുന്നില്ല. റിലേഷൻഷിപ്പ് ഉള്ള കാര്യം അയാൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അത് ഒരു ലിവിങ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ, ആദ്യത്തെ ഈ പങ്കാളി എന്ന് പറയുന്ന ആള് മറ്റു 2 കുട്ടികൾ അവർക്കുണ്ട്. അത് ആദ്യ വിവാഹത്തിലുണ്ടായതാണ്. തുടർന്ന് ഇയാളുമായി റിലേഷൻഷിപ്പിലാകുന്നു. ഇതിലൊരു കുട്ടി ഉണ്ടാകുന്നു. ഇവരൊന്നിച്ച് താമസിച്ച് വന്നു. പിന്നീട് ഇവർ തമ്മിൽ തെറ്റുകയും മറ്റൊരു വിവാഹത്തിലേക്കും മറ്റൊരു ബന്ധത്തിലേക്കും ഇയാൾ പോവുകയും ചെയ്യുന്നു. അതിലും മറ്റൊരു കുട്ടിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 2 റിലേഷൻഷിപ്പുകളും ലിവിങ് റിലേഷൻഷിപ്പുകളാണ്. ഇപ്പം ആദ്യം ചോദിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ്. ലിവിങ് റിലേഷൻഷിപ്പുകളിൽ ഇത്തരത്തിൽ പങ്കാളിയെ തള്ളി പറയുമ്പോൾ, അതല്ലെങ്കിൽ പങ്കാളിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊരു വലിയ ചോദ്യമാവുകയാണ്. എങ്ങനെയാണ് ഈ ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തെ, അതും നേരത്തെ സൂചിപ്പിച്ചത് കുഞ്ഞുണ്ടായി, ഈ ബന്ധവുമായി ബന്ധപ്പെട്ടൊരു കുട്ടിയുമുണ്ട്, 2 ആളുകൾക്കും, അതായത് 2 പങ്കാളികൾക്കും ഇതിൽ കുഞ്ഞുങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ റേപ്പായിട്ട് അതിനെ വിവക്ഷിക്കുക എന്നുള്ള കാര്യമാണ് മനസ്സിലാവാത്തത്. പ്രത്യേകിച്ച് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഇവർ തമ്മിലുണ്ടായത്. ഇവർ തമ്മിലുണ്ടായ ബന്ധത്തിൻ്റെ വീഡിയോ ചിത്രീകരിച്ച് അവരത് പെൻഡ്രൈവിലാക്കി അത് വെച്ചിട്ടാണ് ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളത് കാര്യം പറയുന്നത്. പക്ഷേ ഈ ആംബുലൻസിനുള്ളിൽ പോലീസ് പറയുന്നത് നിറയെ ഇവർ തമ്മിലുള്ള ഈ പറയുന്ന സ്വകാര്യ ദൃശ്യങ്ങളുടെ ഫോട്ടോകൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് ആംബുലൻസ് നിറയെ വെച്ചിട്ട്, അതായത് ഇത് വന്ന് കാണുന്ന ആളുകൾ കാണട്ടെ, അത് തെളിവാണ് എന്നുള്ള തരത്തിലായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു. എന്തായാലും ആംബുലൻസ് ഇപ്പോൾ സെൻട്രൽ പോലീസ് അത് സീസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഫോട്ടോസ് നിറയെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആംബുലൻസ് പുറത്തേക്ക്, അതായത് സ്റ്റേഷനകത്ത് തന്നെയാണ് അത് സേഫായിട്ട് ഇട്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും ഫോട്ടോസും പുറത്തേക്ക് പോകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നതെന്ന് വേണം കരുതാൻ. പക്ഷേ ഇവിടെ അവശേഷിക്കുന്ന ഒരു ചോദ്യം, ഈ ലിവിങ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇത്തരം തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ 2 ആളുകൾ, 2 പങ്കാളികൾ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ പിന്നീട് എങ്ങനെയാണ് റേപ്പിലേക്ക് പോകുന്നതെന്നാണ്. നമുക്കറിയാം, സാധാരണ ഇപ്പോഴത്തെ പുതിയ തലമുറ ഒരു ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പോലും, പല സർവേകളിലടക്കം ചൂണ്ടിക്കാണിക്കുന്നത് പോലും, ഈ ദാമ്പത്യ ജീവിതം, അതായത് കുടുംബ ജീവിതത്തിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇതാണെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല, മറ്റു ബാധ്യതകളില്ല, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. മാത്രമല്ല, ഈ ഗാർഹിക പീഡനം എന്നൊരു പ്രശ്നം ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാകില്ല എന്നൊരു ധാരണ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ. ഇതിൻ്റെ പുറത്താണോ പുതിയ തലമുറ ഇത്തരം റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുന്നതെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷെ അതിനപ്പുറമുള്ളൊരു വെല്ലുവിളിയും ഇത്തരം സംഭവങ്ങളിലൂടെ നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? എനിക്ക് തോന്നുന്നു, ഒരു 2 വർഷം മുൻപ് പാലക്കാട് ഒരു യുവതി സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയൊരു സംഭവം ഓർമ്മ കാണും. എന്നാൽ അതിൻ്റെ കാരണമായി ആ യുവതി പറഞ്ഞത് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആയിരുന്നു. അതിനിടെ കുഞ്ഞുണ്ടാകുന്നു. പിന്നീട് ഇവരുടെ ബന്ധത്തിൽ പ്രശ്നമുണ്ടായി. ഈ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലാത്ത സാഹചര്യം, സ്വന്തം വീട്ടുകാരില്ല. മാത്രമല്ല, ഈ കാമുകൻ, പങ്കാളി ഇവരെ ഉപേക്ഷിച്ചു പോയി. ഒരു 9 മാസം പ്രായമുള്ള കുഞ്ഞാണ്. ആരെ ഏൽപ്പിക്കാൻ പോലും കഴിയാതെ വന്നപ്പോൾ ആ കുഞ്ഞിനെ ആ യുവതിക്ക് കൊലപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇത്തരം ഒരു സംഭവം, അതായത് ഈ കൊച്ചിയിലെ ഇന്നുണ്ടായ ഈ സംഭവത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോഴും സമാനമായ രീതിയിൽ തന്നെ, അതായത് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്ന് പറയുന്ന യുവതലമുറ, പക്ഷെ ഒരു ജീവിതത്തിൽ ഇവരുടെ ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ അവരാശ്രയിക്കുന്നത് നിയമ സംവിധാനത്തെ തന്നെയാണ്. പിന്നീട് അത് ചതി ഉണ്ടാകുന്നു. അവിടെ എവിടെയാണ് ചതി? കാരണം ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള, പരസ്പര സമ്മതത്തോടെയുള്ള ഒരു ബന്ധമാണ്. അതിനിടെ കുഞ്ഞു വരെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നീട്
തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്നു. അതാണ് ഏറ്റവും ഒരു കൗതുകകരമായ കാര്യം പോലും. ഇത്തരം ബന്ധങ്ങളിൽ എന്ത് കെട്ടുറപ്പുണ്ട് എന്നൊരു ചോദ്യം പോലും ഉയരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ടോം, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉൾപ്പെടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ എന്നെ സ്നേഹം നടിച്ച് എന്നൊപ്പം താമസിച്ചിട്ട് അതിനെ എങ്ങനെയാണ് നീ ദുരുപയോഗപ്പെടുത്തുന്നത് എന്നുള്ളൊരു ചോദ്യം ഈ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയ ആൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ സ്നേഹം നടിച്ച് അതല്ലെങ്കിൽ സ്നേഹമുള്ള കാലത്ത് അവരുണ്ടായിരുന്ന അല്ലെങ്കിൽ അവർ തമ്മിൽ പ്രശ്നങ്ങളില്ലാതെയും സ്നേഹിച്ചും ഇരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു നല്ല ബന്ധത്തെയൊക്കെ ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അവർ നിൽക്കുന്നില്ലെങ്കിൽ അത് പിന്നീട് ഈ പറയുന്ന റേപ്പ് അറ്റംപ്റ്റ് ആയിട്ടും അതല്ലെങ്കിൽ പീഡന പരാതിയൊക്കെ ആയിട്ട് മാറുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ലിവിങ് റിലേഷൻഷിപ്പുകളിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അതല്ലെങ്കിൽ അതുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അത് ബാധിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെയാണ്. അത്തരം റിലേഷൻഷിപ്പുകളിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയാണ്. ഇവിടെയാണ് ഈ ഭോപ്പാൽ ഇതിൽ മധ്യപ്രദേശിൽ ഇത്തരത്തിലൊരു നിയമ നിർമ്മാണം വരുന്നത്. അത് പ്രത്യേകിച്ചും ഈ ലിവിങ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ അതാരായാലും 1 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള നിബന്ധനയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് നിയമനിർമ്മാണം വരുന്നുണ്ട്. പക്ഷേ വളരെ വിമർശനം നേറ്റ് വാങ്ങേണ്ടി വരുന്ന ഒരു നിയമനിർമ്മാണം കൂടി ആയിരിക്കാം അത്. അത്തരം നിയമങ്ങൾ മുൻപ് 5 വർഷം തുടർച്ചയായിട്ട് ലിവിങ് റിലേഷൻഷിപ്പിൽ ഉള്ള ആളുകൾ നിയമപരമായി വിവാഹിതരായിരിക്കും എന്നുള്ളത് തന്നെ അത് അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യപ്പെടും എന്നുള്ള ഒരു നിയമം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ കണക്കാക്കുമ്പോഴും ലിവിങ് റിലേഷൻഷിപ്പ് അത് 1-2 വർഷത്തേക്ക് ആക്കുമ്പോഴും അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്, അതല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ പിന്നീട് വരുമ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ന്യായീകരിക്കാവുന്ന സാധ്യതയുള്ളത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയായിട്ടില്ല. ഇതിൽ ആദ്യം പരാതിക്കാരിയുടെ ഭാഗത്താണോ, പരാതിക്കാരിയെ സംബന്ധിച്ചിട്ട് പരാതിക്കാരിക്ക് പോലീസിലും അതുപോലെ ഇവരുടെ ഒരു ബന്ധം ഒരു ജഡ്ജുണ്ട്, ആ ജഡ്ജിൻ്റെയും ഇൻഫ്ലുവൻസ് ആണ് ഇത്തരത്തിൽ പോലീസ് ആലുവ പോലീസ് ഇത്തരത്തിൽ ഒരു ഇടപെടാനുണ്ടായ സാഹചര്യം എന്ന് പോലും പരാതിക്കാരൻ ഈ ആത്മഹത്യ കുറിപ്പ് തയ്യാറാക്കിയ ആൾ വ്യക്തമാക്കുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിയമ സംവിധാനങ്ങളും പോലീസും തന്നെ ചതിച്ചു, പോലീസ് കൂടെ നിന്ന് ചതിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ പോലീസിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈക്കോടതിയുടെ മുൻവശത്തുള്ള ഈ ഗേറ്റ് നമ്പർ 2 ഫ്രണ്ട് വശത്ത് തന്നെ വന്ന് ഈ ആംബുലൻസ് ഇട്ടവർ ഒരു ആത്മഹത്യയിലേക്ക് പോകാൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കാനുള്ള കാരണവും അതുതന്നെയായിട്ടാണ് വ്യക്തമാക്കുന്നത്. ഇതിനിടെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒക്കെ പരാതികൾ അയച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി അയച്ചിട്ടുണ്ട് എന്നവർ ഈ ആത്മഹത്യാക്കുറിപ്പിൽ വീഡിയോയിലും പറയുന്നുണ്ട്. അതായത് കഴിച്ചത് ഈ ഉറക്ക ഗുളികയാണ്, 5 ഡോസേജ്, അതായത് 5 നമ്പർ ഉറക്ക ഗുളികയാണ്, ചെറിയ ഡോസേജിലുള്ള ഉറക്ക ഗുളികയാണ്. അതാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും ഇതൊരു മീഡിയ അറ്റൻഷനും അല്ലെങ്കിൽ മറ്റാളുകളുടെ അറ്റൻഷനും നേടാനുള്ള ഒരു ശ്രമമായിരുന്നു ഈ ദമ്പതികൾ നടത്തിയത് എന്നുള്ള സംശയം പോലീസ് പങ്കുവയ്ക്കാതിരിക്കുന്നില്ല. അങ്ങനെ ഒരു സംശയം കൂടി പോലീസിനുണ്ട്. പ്രത്യേകിച്ചും ഈ ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഒരു മരുന്നിൻ്റെ ഡോസേജ് ഒക്കെ അറിയാനും അതല്ലെങ്കിൽ ഇത് എത്ര എണ്ണം കഴിച്ചാലും മരിച്ചു പോകുമെന്ന് അറിയാനുമുള്ള ഒരു മിനിമം ബോധമുണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അവർക്കത് അറിയാം. അതും ആ മരുന്ന് ഒരു സാധാരണയായ ഉറക്കത്തിന് മാത്രം ഉറക്കം ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രം കഴിക്കാൻ അത്തരത്തിൽ ഡോക്ടർമാർ കുറിച്ച് കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ഈ പോലീസ് ഈ ആംബുലൻസിൽ നിന്ന് കണ്ടെത്തിയത്. 10 എണ്ണമാണ്. അതായത് 2 പേരും 5 എണ്ണം വീതം കഴിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും, അതല്ലെങ്കിൽ കുറച്ചുകൂടി ക്രിട്ടിക്കലായി തോന്നുന്ന തരത്തിലേക്ക് അബോധാവസ്ഥയിലേക്ക് പോകുമ്പോൾ അബോധാവസ്ഥയിലേക്ക് പോകുന്നത് ഈ ഉറക്കത്തിൻ്റെ ഗുളികയുടെ ഡോസേജ് കൊണ്ടാണ്. അതുമാത്രമല്ല മറ്റ് ഛർദിയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അത് മരണത്തിലേക്ക് നയിക്കില്ല എന്ന് ഈ കഴിച്ച ആൾക്കും അറിയാമെന്നുള്ള ഒരു അസസ്മെന്റിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഇത്തരത്തിലൊരു അറ്റൻഷൻ നേടിയെടുക്കാനുള്ള ശ്രമമായിരുന്നു ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യവും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഒരുപാട് നാണം വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതിക്ക് മുന്നിലാണ് യുവാവും പെൺസുഹൃത്തും ജീവനൊടുക്കാൻ ശ്രമിച്ചത്. അതായത് മറ്റൊരു യുവതി ഇവർക്കെതിരെ പരാതി നൽകുന്നു, പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് സംബന്ധിച്ചാണ് പരാതി നൽകിയത്. പിന്നീട് അത് കേസായി. അതിൻ്റെ മനോവിഷമത്തിൽ, അതായത് കോടതിയിൽ നിന്നും പോലീസിൽ നിന്നും തങ്ങൾക്ക് നീതി കിട്ടിയില്ല, നിയമ സംവിധാനങ്ങൾ വേട്ടയാടുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇരുവരും കോടതിക്ക് മുന്നിലെത്തി ആംബുലൻസിനുള്ളിൽ ആത്മഹത്യാശ്രമം നടത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.